ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മൺഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റു, കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കിച്ചണിലാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. വർക്ക് ഏരിയയിൽ ഗ്യാസ് തീർന്നു പോയായിരുന്നു, ബുക്ക് ചെയ്യാനും മറന്നു പോയിട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വെച്ചാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഗ്യാസ് വരുന്നവരെ ഇവിടെ തന്നെ ആയിരിക്കും കുക്കിംഗ്. വർക്ക് ഏരിയ ഇപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരു 2 വർഷം ആകുന്നതേ ഉള്ളൂ. അതുവരെ ഈ കിച്ചണിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട്, അതായത് മീൻകറിയൊക്കെ വെക്കുമ്പോൾ സ്മെല്ല് പ്രശ്നമായി തുടങ്ങിയപ്പോഴാണ് പുറത്ത് വർക്ക് ഏരിയനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. വർക്ക് ഏരിയക്കുള്ള സ്പേസ് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീറ്റ് വർക്കൊക്കെ നേരത്തെ ചെയ്തിട്ടേച്ചാണ്. പിന്നെ ഒരു കിച്ചണിൻ്റെ ഫോം ആക്കി എടുത്തത് ഈ അടുത്താണ്. ആഹിലിനെ രാവിലെ തന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ കുളിക്കാൻ കയറിയേക്കാം കേട്ടോ. മെയിൻ കിച്ചണിൽ വലിയൊരു സ്റ്റീൽ പാത്രത്തിലാണ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പൊടികളാണെങ്കിലും അരിയൊക്കെ അങ്ങനെ വെക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് മാത്രം ഇതേപോലെ ഒരു ചെറിയ ഡബ്ബയിലാട്ടാക്കിയിട്ട് വർക്ക് ഏരിയയിൽ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അത് തീർന്നായിരുന്നു. അപ്പോൾ ഞാനത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ആലിമിനെ അംഗനവാടിയിൽ കൊണ്ടുപോയാക്കാൻ പോവാം കേട്ടോ. കഴിഞ്ഞ ആഴ്ച മുതലേ കൊണ്ടുപോയാക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. അവനിപ്പോൾ കഴിഞ്ഞ മാസം വന്നപ്പോൾ 3 വയസ്സായിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോയാക്കാമെന്ന് വിചാരിക്കുകയാണ്. എങ്ങനെ ആവുമെന്ന് അറിയില്ല. പിന്നെ നമ്മൾ ഡയറക്റ്റ് പ്ലേ ക്ലാസ്സിലോട്ടാണ് ആക്കിയത്. ഇപ്പോൾ അവൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ പ്ലേ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ മുതലേ അവൻ അവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ നല്ല ടെൻഷനുണ്ട്. ആൾ എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാത്തൊരു ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ നിൽക്കോ ഇല്ലേ ഒന്നൊന്നും അറിയില്ല. നമുക്ക് ഏജിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ കുറച്ച് നേരത്തെ സ്കൂളിലാക്കണം, അല്ലെങ്കിൽ വൈകി ആക്കണം. അപ്പോൾ ആഹിലും അങ്ങനെ തന്നെയായിരുന്നു. ആഹിലിന് പക്ഷേ ഞാൻ 1-ാം ക്ലാസ് ആകുമ്പോൾ 6.5 വയസ്സ് വരുന്ന രീതിയിലാണ് ആഹിലിൻ്റെ ആക്കിയത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നല്ലോ, കറക്റ്റ് 1-ാം ക്ലാസ് എത്തുമ്പോൾ തന്നെ കുട്ടികൾക്ക് 6 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം, അതിൽ ചെറുതാണെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇടക്കാലം കൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ ഞാൻ അങ്ങനെ നിന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു ബേസ് കിട്ടണമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അവൻ ഇരിക്കുവാണെങ്കിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി ആക്കിയതാണ് കേട്ടോ. 3 വയസ്സ് എന്തായാലും ആയല്ലോ. അപ്പോൾ ഇന്ന് വെജിറ്റബിളായിട്ട് കോവയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കോവയ്ക്ക് കുറച്ചായി വാങ്ങിച്ചു വെച്ചിട്ട്. ഞാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കോവയ്ക്കൊന്നും വാങ്ങിക്കില്ല കേട്ടോ. ഇത് ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ടെന്നാണ്. എനിക്കത്ര ഇഷ്ടമല്ല കോവയ്ക്ക. ആഹിലിന് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഇതിപ്പോൾ കുറച്ചായി, ഇനി അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വെറുതെ എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ കോവയ്ക്ക് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് എടുക്കുകയാണ് കേട്ടോ. ഞാനാണ് പോകുന്നതെങ്കിൽ മെയിൻലി വാങ്ങിക്കുന്നത് ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, ക്യാബേജ്, തക്കാളി, ഇതൊക്കെയാണ് എൻ്റെ ഒരു പച്ചക്കറി. ആഹിലും അത് തന്നെയാണ് കേട്ടോ. ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെയുള്ള പച്ചക്കറിയാണ് കൂടുതലും വാങ്ങിക്കുന്നത്. അപ്പോൾ ആഹിലിനും അത് തന്നെ അങ്ങോട്ട് ശീലമാണ്. വേറെ എന്ത് പച്ചക്കറി ആണെങ്കിലും അവനക്ക് ഇഷ്ടമല്ല. അതിപ്പോൾ തന്നെ ഏകദേശം പഴുത്തൊരു രീതിയിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ബീൻസും ഇതേപോലെ ചീര, ഇതൊക്കെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഞാനെന്തോ പണ്ട് നമ്മൾ ടി വിയിലൊക്കെ വരുമായിരുന്നില്ല, നാപ്തോൾ എന്നെന്തോ പറഞ്ഞിട്ട്, അന്നേരം ഞാൻ വിളിച്ചതാണ് നമ്പർ കണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് മാത്രമേ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ വർഷമായിട്ട് ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ലതാണ്. അപ്പോൾ ഇന്നലെ വീഡിയോയിൽ കാണിച്ച പാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് കുക്കിങ്ങിന് അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോവയ്ക്ക് അതിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഏകദേശം കോവയ്ക്ക് റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാൻ ഒരെണ്ണം, ബാക്കിലിരിക്കുന്ന പാൻ ഇന്നലെ വാങ്ങിച്ചതിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാദ്യം ഞാൻ വെച്ച് നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല. ഒന്നാമത്തേൽ നമുക്കത് ഇളക്കി എടുക്കാൻ ഇത്തിരി പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ എഗ്ഗ് ബുൾസൈ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ടി വരുന്നുണ്ട് അതിന്. അതുമാത്രമല്ല പെട്ടെന്ന് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റില്ല, കാരണം ആ ഒരു കുഞ്ഞ് റൗണ്ടാണല്ലോ അത്. അപ്പോൾ അത്ര അങ്ങോട്ട് സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് സമയമുള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. രാവിലത്തെ ഒരു തിരക്ക് പിടിച്ച ഒരു സമയത്ത് നമുക്കത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റത്തെ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് അത് മാറ്റി വെച്ചോട്ടോ. ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ അതിൽ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അതിൽ നമ്മളതൊന്ന് ഇളക്കി എടുക്കാനായിട്ട്. അപ്പോൾ വൈകുന്നേരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. എഗ്ഗ് ബുൾസൈ എന്തായാലും സക്സസ് ആണ് കേട്ടോ അതിൽ. അപ്പോൾ കുട്ടി ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പുറത്ത് കോവയ്ക്കയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ചട്നിയിലേക്ക് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ അടുത്ത് ചെയ്യുന്നത്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. കോവയ്ക്കയും നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉപയോഗിച്ചിടത്തോളം പാൻ നല്ലതാണ് കേട്ടോ. പോകെ അറിയാൻ പറ്റുള്ളൂ, എന്നാലും ഉപയോഗിച്ചിടത്തോളം നല്ലതാണ് പാൻ.
തപ്പത്തിൻ്റെ മാത്രമാണ് എനിക്ക് അത്ര അങ്ങോട്ട് കംഫർട്ട് അല്ലാതിരുന്നത്. അത് നമുക്ക് കുറച്ചൊരു ടൈം ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലാക്സ് ആയിട്ട് ചെയ്തെടുക്കാം. സ്പീഡിൽ ചെയ്യുന്ന ടൈമിൽ നമുക്കത് പറ്റുമെന്ന് തോന്നില്ല. പിന്നെ നമ്മൾ ഉപയോഗിച്ച് ചിലപ്പോൾ റെഡി ആവാനും മതി. അപ്പോൾ ദാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിന് പറ്റിയൊരു മൂടി വേണം. ഇതിന് മൂടി പാത്രം ഉണ്ടായിരുന്നില്ല. ഈ 3 പാത്രം മാത്രമാണ് കോംബോ ആയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ആയതുകൊണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ കിടക്കുന്നുണ്ട്. അധികമായിട്ടുള്ള പാത്രങ്ങൾ വർക്ക് ഏരിയയിൽ കൊണ്ടുപോയി ഇട്ടു. അത്യാവശ്യം പാത്രങ്ങൾ ഇവിടെ തന്നെയാണ് കഴുകുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ആ ഒരു കോംബോയിൽ ഒരു പാത്രവും കൂടി ഒന്ന് നോക്കാനുണ്ടായിരുന്നു. ബാക്കി 2 പാത്രത്തിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ ഇതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നത് മുട്ടത്തോരനാണ്. പെട്ടെന്നുള്ള എളുപ്പപ്പണിക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ മുട്ടത്തോരൻ. ഇപ്പോൾ കറികൾ അധികമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കറിയാണ് കൂടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുട്ടത്തോരൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടത്തോരൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് സവാളയും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം മുട്ട ഇട്ട് കൊടുക്കും കേട്ടോ. മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊരു ക്രിസ്പി ഫോം ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കും. അതിലേക്ക് ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ഇടയ്ക്ക് ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ തേങ്ങ ചേർക്കില്ല, തക്കാളി മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തേങ്ങ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കിച്ചണൊക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. ആഹിൽ സ്കൂളിലേക്ക് പോയിട്ടോ. 8:30 ആയിട്ടും ആലിമ എഴുന്നേറ്റിട്ടില്ല. സാധാരണ രീതിയിൽ രാവിലെ എഴുന്നേറ്റ് വന്നതാണ്. ഇന്ന് എന്താണെന്ന് അറിയില്ല. പഠിക്കാനാക്കിയത് അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. ഇത് ഇന്നലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ രാത്രിയിലൊരു വീഡിയോ ആണ്. സ്കൂളിൽ പോകാൻ ബാഗ് ഇടുന്നു പറഞ്ഞപ്പോഴേക്കും ആൾ വേഗം പോയി ബാഗ് നമ്മളെ കൊണ്ടാണ് ഇടിപ്പിക്കുന്നത്. ബാഗ് ഇട്ടതിന് ശേഷം പിന്നെ അത് മാറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ പറഞ്ഞിട്ടാണ് കേട്ടോ ആ ബാഗ് മാറ്റിയിടുന്നത്. ഞാൻ ചായാമൻസൻ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ലപോലെ വളർന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ജോലി രാവിലത്തെ ഒരു ടൈമിൽ നമുക്കിത് പറിച്ച് നന്നാക്കി എടുക്കാനുള്ള സമയം കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നങ്ങോട്ട് പറിച്ചെടുത്തു. 8:30 കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ആൾ ഫുഡൊക്കെ കഴിച്ചിട്ട്, സാധാരണ ഫുഡ് കഴിപ്പിക്കാനൊക്കെ നല്ല പണിയാണ്. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത് റെഡിയായി ബാഗൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ സ്കൂളിൽ പോകാനായിട്ട്. ഞാനും കുളിയൊക്കെ കഴിഞ്ഞു റെഡിയായി. അപ്പോൾ ഞങ്ങളിതാ ഒരുമിച്ച് അംഗനവാടിയിൽ പോകാൻ പോവാണ്. ഹസ്ബൻഡ് വരുന്നുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ കൊണ്ടുപോയി ആക്കുന്നത്. അപ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട്. കാരണം ഇത്രയും ദിവസം എൻ്റെ കൂടെ ഇങ്ങനെ നടന്നിരുന്നാണല്ലോ. അപ്പോൾ പെട്ടെന്ന് മാറി നിൽക്കുമ്പോൾ ഒരു വിഷമം. പിന്നെ എന്ത് ചെയ്യാനാ, എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷൻ ഉള്ളതാണല്ലോ. ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോവാണ്. ആൾക്ക് എന്താ സംഭവം എന്നൊന്നും അറിയില്ല കേട്ടോ. ബാഗൊക്കെ എടുത്തിട്ട് വേഗം അവനുള്ള ഷൂ തനിയെ വേഗം പോയി എടുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടില്ല. എങ്ങോട്ടോ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഈ കാർട്ടൂണൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് വല്ല ഐഡിയയും കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും വേഗം ഷൂ ഒക്കെ എടുത്തിട്ട് ആൾ ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കണേണ്. ബാഗ് മാറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അംഗൻവാടിയിലേക്ക്. എനിക്ക് ചെന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലപോലെ. അപ്പോൾ കുട്ടികൾ അധികമൊന്നുമില്ല, 5-6 കുട്ടികളൊക്കെ ഉള്ളൂ. അവൻ ചെന്നപ്പോൾ ഇങ്ങനെ എല്ലാം പോയൊന്ന് നോക്കുകയാണ്, ഓരോ കാര്യങ്ങൾ പോയി നോക്കുകയാണ്. ബാഗ് അപ്പോഴും കയ്യിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ആൻറ്റി വന്നിട്ട് ബാഗൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ അവിടുത്തെ ആൻറ്റി തന്നെ അവനെടുത്ത് ഓരോ കാര്യങ്ങളിങ്ങനെ പറയിപ്പിച്ചു. ആൾ പെട്ടെന്ന് തന്നെ ഇണങ്ങി കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല, പെട്ടെന്ന് തന്നെ ആൾ ഇണങ്ങിയായിരുന്നു. ഓരോന്നും നോക്കി പറയുന്നുണ്ടായിരുന്നു. ആൻറ്റി പറയുന്നതിനനുസരിച്ച് ഓരോന്നും നോക്കി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെഹിക്കിൾസിൻ്റെയൊക്കെ നെയിം ഓൾറെഡി അവൻ അറിയായിരുന്നു. കാർട്ടൂണൊക്കെ കണ്ട് അതിൽ ഓൾറെഡി അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ. അപ്പോൾ ഞാനും ഹസ്ബൻഡ് അവനങ്ങനെ അവിടെ ആക്കിയിട്ട് പോന്നു കേട്ടോ. അവൻ അവരായിട്ട് നന്നായിട്ട് ഇണങ്ങിയ പോലെ തോന്നി. ഞാൻ പോണ സമയത്ത് അവനെ വിളിച്ചില്ല. ഇനി വിളിക്കുമ്പോൾ കരഞ്ഞാലോ എന്ന് ഓർത്തിട്ട് വിളിച്ചില്ല. അവനിങ്ങനെ അവൻ്റെ ലോകത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. ചിലപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുകൊണ്ടായിരിക്കും അവൻ ഹാപ്പി ആയിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോന്നു. വന്ന അരമണിക്കൂറിന് ശേഷം ഞാനൊന്ന് ടീച്ചറിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നല്ല ഹാപ്പിയാണ് ആൾ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് 2 മണിക്കൂർ ഇരുത്തിയിട്ട് ഞാൻ കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ടീച്ചർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ആൾ ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ വീട്ടിലെത്തിയിട്ടും ഞങ്ങൾക്ക് ആകെ മൂഡ് ഔട്ടായിരുന്നു. വീട് ഉറങ്ങിയ പോലത്തെ ഒരു ഫീലായിരുന്നു. ഞാനാണെങ്കിൽ ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല കേട്ടോ. സമയം പോകുന്നില്ലല്ലോ നോക്കിയിട്ടിരിക്കുകയാണ് ക്ലോക്കിലേക്ക്. മോനെ 3 മണിയാകുമ്പോഴേക്കാണ് വിടുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ജോലിയൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല. ചെയ്യാൻ തോന്നണുണ്ടായിരുന്നില്ല. അവനില്ല, എന്നിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഹസ്ബൻഡും അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വിളിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ നല്ല ഉറക്കമായിരുന്നു. വൈകിയാണ് കിടന്നതെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. ഉറങ്ങണുണ്ടായിരുന്നില്ല.
അപ്പം ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ, ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബാഗ് എടുത്തിട്ട് തോളത്തിട്ട് നമുക്ക് ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞു കേട്ടോ. ഇതുവരെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇടാനായിട്ട്, എന്നിട്ട് പിണങ്ങിയ പോലെ വന്ന് നിൽക്കുകയാണ്. ഞങ്ങളിങ്ങനെ കുറേ നേരം മാറി നിന്നതിൻ്റെ ഒരു പിണക്കം പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഹസ്ബൻഡ് ആ ഒരു മൂഡ് അങ്ങോട്ട് മാറ്റാനായിട്ട് ബാഗ് ഇടിപ്പിച്ചിട്ട് തന്നെ അടുത്ത് കടയിലേക്ക് കൊണ്ടുപോയി കേട്ടോ, സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ആൾക്ക് ചിലപ്പോൾ ഒരു മടുപ്പായി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ വേഗം അതൊക്കെ ഇട്ട് അവൻ പുറത്തേക്ക് പോവാണ്ട, അവനപ്പോൾ കടയിലേക്ക് പോവാണ്ട. പിന്നെ ഉറക്കത്തിലായിരുന്നു, അതിൻ്റെ ഒരു ഇതുണ്ട് അവന്. പക്ഷേ ടീച്ചർ പറഞ്ഞത് നല്ല സ്മാർട്ടായിട്ടിരിക്കുകയായിരുന്നു, എല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ ഇരുന്നു, കരച്ചിലും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല, ആക്റ്റീവായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.